ഞാൻ ഇപ്പോഴുള്ളത് ഒരു ജയിലിൻ്റെ മുൻവശത്താണ്, ഒരു പ്രതീകാത്മക ജയിൽ. ആദ്യമായിട്ടാണ് ജയിലിൻ്റെ ഉള്ളിൽ കാണുന്നത്. പിന്നെന്താ എന്ത് തോന്നിയെന്ന് വെച്ചാൽ ആദ്യമായിട്ടല്ലേ കാണുന്നത്, അല്ല എങ്ങനെയാണെന്ന് മനസ്സിലായി. അതെ, ജയിൽ എങ്ങനെയാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. സാധാരണ നമുക്ക് ജയിലെന്നൊക്കെ പറയുമ്പോൾ പേടിയാണല്ലോ, പക്ഷേ ഇതിപ്പം ഇങ്ങനെ ഒരു മോഡൽ ആയത് കാരണമാണ് നമ്മൾ സന്തോഷത്തോടെയൊക്കെ കയറി ഇറങ്ങി പോണത്. പക്ഷേ യഥാർത്ഥ ജയിലിൽ കയറാതിരിക്കാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കും. അതിനുള്ള യോഗം ആർക്കും ഉണ്ടാവാതിരിക്കാനായിട്ടും പ്രാർത്ഥിക്കും. നമ്മൾ കേരളത്തിലെ 57 ജയിലുകളിലും തടവുകാർക്ക് അവരുടെ ബന്ധുക്കളോ അല്ലെങ്കിൽ വക്കീലോ അതുപോലുള്ള ആളുകളുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ കുറേ കാലങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഫോൺ കാർഡ് എന്ന് പറയുന്നൊരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് ശരിക്കും ഒരു ചിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കാർഡാണ്. ഇതൊരു ഗ്രൂപ്പുമായിട്ട് ചേർന്നുകൊണ്ട് നമ്മുടെ ജയിലിൽ നടപ്പിലാക്കി വരുന്നൊരു സിസ്റ്റമാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ചിപ്പ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ചിപ്പ് ഇത് ശരിക്കും ഇതിൽ 3 നമ്പറുകൾ നമുക്ക് കയറ്റാൻ പറ്റും. ഇപ്പോൾ തടവുകാർ സൂപ്രണ്ടിന് മുമ്പാകെ അപേക്ഷ തരികയാണ്, ഇന്ന നമ്പറുകളിൽ വിളിക്കണം. അത് നമ്പറുകളെന്ന് പറയുന്നത് കമ്പൽസറി ആയിട്ടും അവരുടെ അടുത്ത റിലേറ്റീവ്സിൻ്റെയോ വക്കീലിൻ്റെയോ ആയിരിക്കണം. ഭാര്യ, അച്ഛൻ, അമ്മ അല്ലെങ്കിൽ വക്കീൽ അങ്ങനെയുള്ളവരുടെ ആയിരിക്കണം. എല്ലാവരുടെ ഏറ്റവും മറ്റുള്ള ആളുകൾ നമ്മളങ്ങനെ ചെയ്തു കൊടുക്കാറില്ല, ഏറ്റവും അത്യാവശ്യമുള്ള ആളുകളിൽ. അപ്പോൾ ഈ പറയുന്ന ഫോൺ കാർഡിൽ നമുക്ക് തടവുകാർ ജയിലിലേക്ക് പ്രതികൾ അഡ്മിഷൻ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ പൈസ ഉണ്ടെന്നുണ്ടെങ്കിൽ 50ൻ്റെ ഗുണിതങ്ങളായിട്ട് ഈ കാർഡ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു മാസം 450 രൂപ വരെ നമുക്ക് റീചാർജ് ചെയ്യാൻ സാധിക്കും. അതല്ലാന്നുണ്ടെങ്കിൽ അവരുടെ പേരിൽ മണി ഓർഡറായിട്ട് പൈസ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണ് നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റുന്നത്. ഇത് റീചാർജ് ചെയ്ത് ആക്ടിവേറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കമ്പ്യൂട്ടറിലിട്ടാണ് ഈ റീചാർജ് നമ്പർ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത്. ആക്ടിവേറ്റ് ചെയ്ത് നമ്പർ 3 ആക്ടിവേറ്റ് ആയി കഴിഞ്ഞാൽ ഈ 3 നമ്പറുകളും ഈ പറഞ്ഞ വ്യക്തികളുടെ തന്നെ അല്ലേ എന്നുള്ളത് നമ്മൾ ജയിലിലെ ലാൻഡ് ലൈൻ നമ്പറിൽ നിന്ന് വിളിച്ച് കൺഫേം ചെയ്യും. തന്നിരിക്കുന്ന നമ്പർ ഫേക്ക് ആണോ, അങ്ങനെ ഫേക്ക് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ഈ കാർഡ് കൊടുക്കില്ല. അതുപോലെ തന്നെ ഈ കാർഡെന്ന് പറയുന്നത് പഴയൊരു ഇത് ഫോണാണ്. ഇത് ആക്ച്വലി ഇങ്ങനെയല്ല, വാളിൽ ഫിക്സ് ചെയ്യാവുന്ന ഒരു ഫോണാണ്. അതിലാകെ 3 ബട്ടണേ കാണുള്ളൂ, നമ്പർ 1, നമ്പർ 2, നമ്പർ 3. ഇപ്പോൾ കാർഡ് ഇട്ടിട്ട് 1ാമത്തെ നമ്പറാണ് വേണമെങ്കിൽ 1ാമത്തെ നമ്പറിലേക്ക് പോകും, 2ാമത്തെ നമ്പറാണെങ്കിൽ 2ാമത്തേലേക്ക്, 3ാമത്തേലാണെങ്കിൽ 3ാമത്തേലേക്ക്. ഫോൺ റിസീവ് വയ്ക്കുക, പ്രസ് ചെയ്യുക. അങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓരോ നമ്പറിലേക്ക് പോകും. 1.5 ദിവസങ്ങളിൽ 15 മിനിറ്റ് വീതം സംസാരിക്കാം അവർക്ക്. അതാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു സവിശേഷതയാണ് നമ്മുടെ ജയിലുകളിൽ, അധികം ആർക്കും അറിയാൻ വയ്യാത്ത ഒരു സവിശേഷത കൂടി. ഇതിപ്പോൾ എറണാകുളം ജില്ലാ ജയിലിൻ്റെ ഭാഗമായിട്ട് ജില്ലാ ജയിലിൽ തൂക്കിക്കൊലകളില്ല. ഇപ്പോൾ തൂക്കിക്കൊല്ലുന്ന ഒരാളെ 1992 ഏറ്റവും അവസാനമായിട്ട് തൂക്കി കൊല്ലപ്പെട്ടത്. അപ്പോൾ അതിൻ്റെ ഒരു മോഡൽ എങ്ങനെയായിരിക്കുമെന്ന് പൊതുജനങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് പൂർണ്ണമായിട്ടും ജയിലിനകത്തായിരിക്കും, അതുകൊണ്ട് പുറമെന്ന ആളുകൾക്ക് കാണാൻ പറ്റില്ല. അവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംവിധാനം കാണിച്ചു കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ 2.5 സെൻറ്റിമീറ്റർ വ്യാസമുള്ള പരുത്തി ചണത്തുണിയിലാണ് അതിൻ്റെ തൂക്ക്, അതിൻ്റെ കയറ് നിർമ്മിക്കുന്നത്, അതിൻ്റെ വടം നിർമ്മിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ലിവർ താഴത്തേക്ക് വലിക്കും, അയാൾ താഴത്തേക്ക് പോകും. താഴത്തേക്ക് പോയ ആൾ 1 മണിക്കൂർ തൂങ്ങിയാടും. അതിനുശേഷം മെഡിക്കൽ ഓഫീസർ വന്ന് അയാളെ പരിശോധിക്കും. അയാളുടെ മരണം സംഭവിച്ചു ഇല്ലെന്ന് മെഡിക്കൽ ഓഫീസറാണ് ഉറപ്പുവരുത്തേണ്ടത്. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. ആവശ്യപ്പെട്ടാൽ, ഇല്ലെങ്കിൽ സർക്കാർ സംസ്കരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അറിയുന്നത്. ജനങ്ങളെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം അവിടെ ഒരുക്കിയിരിക്കുന്നത് സ്റ്റാളായിട്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.